ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. കാരണം നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ ഇവിടെ വന്ന് കണ്ട് വല്ലാത്ത സങ്കടത്തോടെയാണ് നമ്മൾ ജീവിതത്തിൽ പടച്ചവൻ അങ്ങനത്തെ ദുരന്തം ഇനി കാണിച്ചു തരില്ലേ എന്ന് മനസ്സുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം അത്രയും ദയനീയാവസ്ഥയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട HIF-ൻ്റെ മക്കൾ തേടി വന്നു. വയനാട്ടിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു. ഒരുപാട് ആളുകൾ വരുന്നതിനിടയ്ക്ക് നമ്മുടെ HIF-ൻ്റെ സഹപ്രവർത്തകർ വന്നുകൊണ്ട് ചോദിച്ചു മോനൊക്കെ സ്ഥലങ്ങൾ സൗകര്യം ചെയ്തില്ല, വീട് ഞങ്ങൾ 5 എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം, അർഹതപ്പെട്ട കുടുംബങ്ങളെ, അതായത് സർക്കാരിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള സന്നദ്ധ സംഘടനകൾ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആളുകൾക്കായിരിക്കണം നമ്മളെ വീട് എന്ന നല്ലൊരു ഉദ്ദേശത്തോടെ അവർ അഭിമാനത്തോടെ പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാനാജിയാണ് ഈ 1 ഏക്കർ 60 സെൻറ്റ് നമുക്ക് മേടിച്ചു തന്ന ആൾ. അദ്ദേഹം നമ്മളമായിട്ടുള്ള ഒരു വല്ലാത്ത മനസ്സിൻ്റെ ഉടമസ്ഥനാണ്. ആ മനുഷ്യൻ മേടിച്ചെന്ന സ്ഥലത്ത് തന്നെ നമുക്ക് സൗകര്യം HIF-ന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. ആദ്യമായിട്ട് ഇപ്പോൾ ഇവിടെ 27 വീട് ഇതിലുണ്ട്. പക്ഷേ ഇന്നും നമ്മൾ കൊടുത്ത ആസിഫ് പറഞ്ഞ കോൺട്രാക്ടർ താറിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വളരെ വിഷമത്തിൽ എല്ലാവരും കാശ് കൊടുത്തിട്ടും പണിയൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ അനസിനെ മറക്കാൻ കഴിയുന്നില്ല. കാരണം അനസ് നീട്ടിക്കൊണ്ടായത് തന്നെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ പണി എന്തെങ്കിലും ഒന്ന് ആവുകയാണെങ്കിൽ ആവട്ടെ വെച്ചിട്ടാണ് അനസ് നീട്ടിക്കൊണ്ടായത്. പക്ഷേ ഞാൻ അനസിനോട് പറഞ്ഞു എൻ്റെ കുട്ടി നീട്ടിക്കൊണ്ടൊന്നും വേണ്ട, ആയതാവട്ടെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നു. അനസ് അത് പൂർത്തീകരിച്ചെന്നാൽ ഇനി നമുക്ക് അനസിനോട് പിക്സിലോട്ട് അടിക്കാം. കാരണം കുടുംബങ്ങൾ അവിടെ ഇന്നും ഇന്നലെയും ഞങ്ങൾ ദിവസങ്ങളവിടെ പോകുമ്പോൾ 2 കുടുംബങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചോളം മാനുക്ക ഞങ്ങൾക്ക് നിവർത്തികേട് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വന്ന ആൾക്കാരുടെ അടുത്ത്. അതായത് ഒരു വീട്ടിൽ 2 കുടുംബങ്ങൾ ഓരോ ബെഡ്റൂം ഞങ്ങൾ ഉപയോഗിച്ചോളാം, അടുക്കള ഞങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ചോളാം, വാടക കൊടുക്കാൻ സാധിക്കുന്നില്ല, വല്ലാത്തൊരവസ്ഥയിലെന്ന് പറഞ്ഞ് കരഞ്ഞു വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ HIF-ൻ്റെ നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദാവട്ടെ അല്ലെങ്കിൽ നമ്മളെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ പ്രസിഡൻ്റ് ആവട്ടെ 35ാമത്തെ വീടിൻ്റെ താക്കോൽദാനാണ്. ആരും അറിഞ്ഞില്ലെങ്കിലും പടച്ചവൻ അറിയണ്ടല്ലോ, അതിനുള്ള പ്രതിഫലം അള്ളാഹു തരുമെന്ന് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ദുനിയാവുന്ന ഏതായാലും നമ്മളാരും ഒന്നും ഇവിടെ കൊണ്ടുപോയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് മുൻ തലമുറക്കാർ, കോടീശ്വരന്മാർ, പ്രമാണിമാർ, അല്ലെങ്കിൽ വലിയ വലിയ മന്ത്രിമാർ, എല്ലാ വിഭാഗ ആൾക്കാരും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കെങ്കിലും അന്നത്തെ കാലത്ത് അവരെ പടച്ചും കൊടുത്ത സമ്പത്തോ ആരോഗ്യം കൊണ്ടോ അതിന് രക്തം കൊടുത്തിട്ടോ ഒക്കെ ആയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു പോയാലെന്നും എല്ലാവരും ഓർക്കുന്നത്. അവർക്ക് ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ HIF-ൻ്റെ ഈ പുണ്യപ്രവർത്തിക്ക് ബിഗ് സല്യൂട്ട് എടുക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ കൊടുത്ത 5 കുടുംബങ്ങളുണ്ട്. ഈ 5 കുടുംബങ്ങളും നമ്മളിപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ, കാരണം ഞങ്ങൾ നേരത്തെ ഒരുപാട് ലിസ്റ്റ് ഇട്ടിരുന്നു. കാരണം ഇപ്പോൾ എറണാകുളം ജില്ലാ മഹിളാ കൂട്ടായ്മൻ്റെ 14 വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആളെ തിരഞ്ഞ് പോയത്. പിന്നെ നമ്മൾ ഈ വീട് കാര്യങ്ങൾക്കും പോയിരുന്നു. അതിലൊക്കെ നമുക്ക് കിട്ടിയ അപേക്ഷയിൽ പലതും അർഹരല്ലാത്ത ആളുകളായിരുന്നു എന്ന് ഞങ്ങൾക്ക് അവിടെ നേരിട്ട് പോയപ്പോൾ ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഇവരെ കാര്യത്തിലും നമ്മളവിടെ പോയി അന്വേഷിച്ച് ഇന്നലെയാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഉസ്താദിനോട് വിളിച്ച് ചോദിച്ചു, ഉസ്താദ് ഞാനിങ്ങനെ ഒരു കമ്മിറ്റി കൂടിയിട്ട് പോയിട്ടുള്ളതിൽ മോനോ പഠിച്ചേനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അപ്പോൾ അതിനൊരു ഉത്തരവാദിത്വം ഒരു ഉറപ്പും കൂടി മറ്റൊന്നുണ്ടാക്കി. ഇവർക്ക് അവിടെ താമസിക്കാൻ വിഷമമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീട് നമ്മൾ HIF കൊടുക്കുമ്പോൾ ആ 5 വീടും ഇവർ അർഹതപ്പെട്ട പാവപ്പെട്ട അവിടെ താമസിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർക്ക് ഇവിടെ ഈ പുതിയ വീട് കിട്ടുമ്പോൾ ആ അർഹതപ്പെട്ട ആളുകൾക്ക് ആ 5 വീടും കൂടി കൊടുത്താൽ ഈ HIF-ൻ്റെ മക്കൾക്ക് അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം ആ 5 വീട് നിങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യർക്കും കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. നമ്മൾ എന്തായാലും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ ദുനിയാവിൽ ഏറ്റവും സന്തോഷം സുഖം കിട്ടുന്ന ഒരു പുണ്യപ്രവർത്തിയാണ് ഒരു മനുഷ്യൻ്റെ വിശപ്പയിൽ മാറ്റി കൊടുക്കുമ്പോൾ. അതിനെക്കാട്ടി മേലെ 1000 കോടി ബാങ്കിലുണ്ടെങ്കിലും കിട്ടാത്തൊരു സുഖം, കിടന്നുറങ്ങാൻ സമാധാനം, കുടുംബത്തിന് മുഴുവൻ സന്തോഷം. നമ്മൾ എവിടെ യാത്ര പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, നമ്മളെ സമ്പത്തിനൊരു കുറവില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത്. കാരണം അവനെൻ്റെ അനുഭവമാണ് ഗവൺമെൻറ്റിൽ പങ്കുവെക്കുന്നത്. എൻ്റെ ഉമ്മ വാപ്പ മരിച്ചിട്ട് 5 കൊല്ലമായി പോകും, ഏട്ടന്മാർ അനിയന്മാർ. ഞാൻ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പദ്ധതി ആട്ടടുത്ത് തന്ന സ്ഥലമാണ് തൊട്ടടുത്ത്. അപ്പോൾ അത് എന്തിനും പറയുമ്പോൾ ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ അവർ സഹായിക്കും. പിന്നെ അബ്ദുറഹ്മാനാജിനെ പോലുള്ള അല്ലെങ്കിൽ ഇപ്പം നമ്മളെ കുട്ടികളുമായിട്ടുള്ള ആളുകളുണ്ട്, ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തിനും ഇറങ്ങാൻ ധൈര്യം. അൽഹംദുലില്ലാ എന്തായാലും പടച്ചങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്ന് ഈ വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. ആ 5 കുടുംബങ്ങളും സന്തോഷമായി ജീവിക്കട്ടെ. ഈ ദുരന്തങ്ങളൊന്നും അല്ല കാണിച്ചിരിക്കട്ടെ. അതിനുള്ള പ്രതിഫലം പടച്ചവന് ഇരു ലോകത്ത് നിങ്ങൾക്ക് തെറ്റെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ മെമ്പറെ എനിക്ക് എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഞങ്ങളെ മിലിറ്ററി അച്ചായനുണ്ട് ഇവിടെ. ഈ തൊട്ടടുത്ത വീട്ടിലുള്ള അച്ചായന് നമുക്ക് എല്ലാ വീട്ടിലും ഫാൻ ഓഫറുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ താമസിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ സാധനവും നമുക്ക് ഓഫറാണ്. കാരണം കുക്കർ മുതൽ എന്തൊക്കെയുണ്ടോ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് അത് മുഴുവനും നമുക്ക് ഓഫറാണ്. അപ്പോൾ അടുത്ത ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞ ആ ചടങ്ങിൽ നമ്മളിത് എല്ലാ വീട്ടിലും സാധനം കൊടുക്കും.
അപ്പോൾ അച്ചായന് ഞങ്ങൾക്ക് ഇവിടെ കൂടപ്പുറ അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട്. മെമ്പർ ഈ റോഡ് നമ്മളവിടെ കെഞ്ചിക്കണ്, ഈ റോഡൊന്ന് പിന്നെ ഇതാറിട്ട് തരാം, അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തുതരാം, ഫണ്ട് ഞാൻ വെച്ചിരിക്കുന്നു പറഞ്ഞിട്ട് മാതൃക കാട്ടിയ മനുഷ്യനെ. ഇവിടുന്ന് കറണ്ട് വലിക്കാൻ സൗകര്യം ചെയ്യുന്ന അച്ചായന്മാർ, ഇവിടെ വെള്ളം സൗകര്യം ചെയ്തെന്ന ശശിമാഷ്, അങ്ങനെ നമ്മൾ പ്രഭാകരേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനെ പള്ളിക്ക് വേണ്ടി ഏറ്റവും വില കുറച്ച് എടുത്തെന്ന മനുഷ്യൻ, അങ്ങനെ എല്ലാ വിഭാഗത്തിലും പിന്തുണ നമുക്ക് കിട്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് സമയം.